അതും ഇന്ത്യൻ സിനിമയിൽ വേറിട്ട് നിൽക്കുന്ന ഒരു മ്യൂസിഷ്യനാണ് സലിൽ ചൗധരി എന്ന് പറയുന്നത്. ദേവരാം മാഷ് സലിൽ ചൗധരിയെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? ഇത് തലയ്ക്ക് വെളിവില്ലാതെ വല്ലതും വെച്ച് എഴുതി വെച്ചിരുന്ന ഒരൊറ്റ ഒരുത്തിന് വരികൾ അറിയില്ല ഇന്നത്തെ പാട്ടിന്. പാട്ട് കൊള്ളില്ല എന്ന് പറയേണ്ടി വരും. ഏത് പാട്ടാണ് നമുക്കൊന്ന് ഹൃദയത്തെ സൂക്ഷിക്കപ്പെടുന്നത്? ദേവരാം മാഷ് ഈ റൂട്ടിലേ പോകുള്ളൂ, സ്വാമി ആ റൂട്ടിലേ പോകുള്ളൂ, ബാബുക്ക ആ റൂട്ടിലേ പോകുള്ളൂ. അതങ്ങനെയാണ് സംഗീതം. സലിൽ ചൗധരി നിന്നു നീണ്ട കാലം മലയാള സിനിമയിൽ നിന്നു. ചെമ്മീൻ മുതൽ തുടങ്ങണം. ആ പാട്ടുകൾ ആരെങ്കിലും കളയുമോ? അതിന്റെ രസകരമായ കാര്യം പറയാം. ഈ ഒരു ഇടയ്ക്ക് വരെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് രാജാസാറിനെ പോലത്തെ പാട്ട് വേണമെങ്കിൽ രാജാസാർ ജീവിച്ചിരിക്കുകയല്ലേ, നിങ്ങൾ രാജാസാറിനെ പോയി കണ്ടാൽ പോരെ? ഒരിക്കലും പറ്റൂല. ഈ പറയുന്നവനല്ലേ അടി കൊടുക്കുക. നമ്മളുടെ സംസ്കാരം ഉൾക്കൊണ്ടിട്ട് വന്നിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അതും ഇന്ത്യൻ സിനിമയിൽ വേറിട്ട് നിൽക്കുന്ന ഒരു മ്യൂസിഷ്യനാണ് സലിൽ ചൗധരി എന്ന് പറയുന്നത്. സലിൽ ചൗധരി എന്ന് പറയുന്നത് മറ്റൊരു മ്യൂസിക് ഡയറക്ടറാണ്. ദേവരാം മാഷ് സലിൽ ചൗധരിയെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? ഈ ആളിന്റെ സംഗീതത്തിനെ ആർക്കും അനുകരിക്കാൻ കഴിയില്ല. സലിൽ ചൗധരി സംഗീതത്തിനെ കുറിച്ച് ആർക്കും അനുകരിക്കാൻ. ബംഗാളാണ് അദ്ദേഹം. ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ സംഗീതം കയ്യിൽ, അദ്ദേഹത്തിന്റെ റൂട്ട്, ഇത് ഓരോരുത്തർക്കും ഓരോ റൂട്ടുണ്ട്. ദേവരാം മാഷ് ഈ റൂട്ടിലേ പോകുള്ളൂ, സ്വാമി ആ റൂട്ടിലേ പോകുള്ളൂ, ബാബുക്ക ആ റൂട്ടിലേ പോകുള്ളൂ. അതങ്ങനെയാണ് സംഗീതം. അതുപോലെ സലിൽ ചൗധരിയുടെയും സംഗീതം അതാണ്. ആ റൂട്ടും ആ സംഗീത കൾച്ചറും കൊണ്ടുവന്ന് നമ്മുടെ കൾച്ചറുമായിട്ട് അദ്ദേഹം ചേർത്തു എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ചില ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടാണ് പുള്ളി ചേർന്നത്. ആ പാട്ടുകൾ ഏതെങ്കിലും നമുക്ക് മാറ്റി, നിങ്ങൾ കുറേ പാട്ടുകളൊക്കെ പലർക്കും അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു എന്താണ് മെലോഡിയസ് ആയിട്ടുള്ള ആ ഒരു കൾച്ചർ നമുക്ക് നഷ്ടപ്പെട്ടു. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ സംഗീതം എന്താണ്, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഈ പാട്ടിൻ്റെ ഗുണം. ഞാനൊരു കമ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണ്ടേ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പുറത്തുനിന്ന് വന്നിട്ടാണ് സലിൽ ചൗധരി ഇത്രയും പാട്ടുകൾ ചെയ്തത്. അങ്ങനെ എന്ത് കമ്പോസ് ചെയ്തു? ബംഗാളിൽ നിന്ന് വന്നിട്ട് ഒന്നോ രണ്ടോ പാട്ട് ചെയ്തിട്ട് പോകണമെങ്കിൽ ഉഷാ ഖന്നയൊക്കെ ഒന്നോ രണ്ടോ പാട്ട് ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ. ഉണരു വേഗം നീ എന്നൊക്കെ പറഞ്ഞ പഴയ പാട്ട്. സലിൽ ചൗധരി നിന്നു നീണ്ട കാലം മലയാള സിനിമയിൽ നിന്നു. ചെമ്മീൻ മുതൽ തുടങ്ങണം. ആ പാട്ടുകൾ ആരെങ്കിലും കളയുമോ? ഇല്ല. ചെമ്മീൻ മുതൽ ഇങ്ങനെ ചെയ്ത് വരെയാണ്. ആർക്കെങ്കിലും മാറ്റി നിർത്താൻ പറ്റുമോ സലിൽ ചൗധരിയുടെ പാട്ടുകളെ? എന്തുകൊണ്ടാണ്? അവരുടെ ഐഡന്റിറ്റി ഉണ്ടായി. അപ്പോൾ ഇന്ന് വരുന്ന സംഗീത സംവിധായകർ അവരുടെ ഐഡന്റിറ്റി ഉണ്ടാക്കണമെങ്കിൽ അവരുടെ ഒരു സംഗീതത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കണം. ഇതാണ് എൻ്റെ സംഗീതം. എൻ്റെ സംഗീതം ഇങ്ങനെയുള്ളൂ. കാരണം അതിൻ്റെ രസകരമായൊരു കാര്യം പറയാം. ഈ ഒരു ഇടയ്ക്ക് വരെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സംഗീത സംവിധായകന് ചെന്നിട്ട് പറഞ്ഞെന്താണ്, വേറൊരാളുടെ കുറേ പാട്ടുകൾ എടുത്തു കൊടുത്തിട്ട് അതുപോലെ ചെയ്യാൻ. എം ജയചന്ദ്രൻ ചെന്ന് പറയുകയാണ് സലിൽ ചൗധരിയെ പുറത്ത് പാട്ടുകൾ ചെയ്യണം. അല്ല, രാജാ സാറിൻ്റെ ചെല്ല്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് രാജാ സാറിനെ പോലത്തെ പാട്ട് വേണമെങ്കിൽ രാജാ സാർ ജീവിച്ചിരിക്കുകയല്ലേ, നിങ്ങൾ രാജാ സാറിനെ പോയി കണ്ടാൽ പോരെ? നിങ്ങളെന്തിനാ എം ജയചന്ദ്രൻ തുറന്നത്? എം ജയചന്ദ്രൻ തുറന്നത് മിടുക്കനായ മ്യൂസീഷ്യനാണ്. 6 വർഷം തുടർച്ചയായിട്ട് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച ആളാണ്. അങ്ങേതായിട്ടുള്ള ഒരു ഇതുണ്ട്, ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുന്നതാണ്. അയാളെടുത്ത് പോയിട്ട് വേറൊരുത്തിന് സംഗീതം കൊണ്ട് തട്ടി കൊടുത്തിട്ട് അതുപോലെ ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും പറ്റൂല. ഈ പറയുന്നവനല്ലേ അടി കൊടുക്കാൻ. ഇളയരാജ അടുത്ത് പോയിട്ട് നമുക്ക് രാജാസാറിനെ കണ്ടാൽ രാജാസാറിന്റെ സംഗീതം നമുക്ക് കിട്ടും. വിദ്യാസാഗറിൻ്റെ അടുത്ത് പോയാൽ അദ്ദേഹത്തിന് സംഗീതം കിട്ടും. വിദ്യാസാഗറിൻ്റെ അടുത്ത് പോയിട്ട് രാജാസാറിൻ്റെ പോലെ സംഗീതം ചെയ്തു തരാൻ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമോ? കുട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ കേൾക്കുമോ? ജയചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞാൽ ജയചന്ദ്രൻ തരുമോ? തരാൻ പറ്റൂല. ജയചന്ദ്രൻ്റെ ഐഡന്റിറ്റി പോയില്ലേ? 100% ജയചന്ദ്രൻ്റെ ഐഡന്റിറ്റി പോകും. ജയചന്ദ്രൻ്റെ ശൈലിയിൽ സംഗീതം കൊണ്ടുവന്നുകൊണ്ടാണ് 6 വർഷം തുടർച്ചയായിട്ട് 5-6 വർഷം സംസ്ഥാന അവാർഡ് വാങ്ങിച്ചത്. മനോഹരമായ പാട്ടുകളല്ലേ ജയചന്ദ്രൻ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഇന്നത്തെ സംഗീത സംവിധായകർ അവരുടെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നില്ല? വേണ്ടേ? വേണം, അത് വേണം. അല്ലാതെ ചുമ്മാതെ ഇന്നത്തെ പാട്ടിന് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പാട്ട് കൊള്ളൂല എന്ന് പറയും. പച്ചയ്ക്ക് പാട്ട് കൊള്ളൂല എന്ന് പറയേണ്ടി വരും. ഏത് പാട്ടാണ് നമുക്കൊന്ന് ഹൃദയത്തെ സൂക്ഷിക്കപ്പെടുന്നത്? അതിൻ്റെ മേലാണ് സാഹിത്യം നമുക്ക് മനസ്സിലാവില്ലെന്ന്. ഒരു പാട്ടിന് പ്രണയത്തിന് വരികളില്ലേ? ചുമ്മാ തന്നെ പാടിയ പ്രണയമാവോ? ഇല്ല. പ്രണയിനെ കുറിച്ച് പ്രണയമുള്ള കാമുകം പാടേണ്ടി വരും. കാമുകിയെ കുറിച്ച് അവൾക്ക് ഇഷ്ടപ്പെടണം വാക്കുകൾ. ഇത് തലയ്ക്ക് വെളിവില്ലാതെ വല്ലതും വെച്ച് എഴുതി വെച്ചിരുന്ന ഒരൊറ്റ ഒരുത്തിന് വരികൾ അറിയില്ല. ഇന്നത്തെ പാട്ടിൻ്റെ വരികളൊന്നും ഹൃദയസ്ഥമാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. എങ്ങനെ പിന്നെ പാട്ടുകളുണ്ടാവും? ഇവരെങ്ങനെയാണ് പാട്ടുണ്ടാക്കുന്നത്? ഇവരെങ്ങനെയാണ് പാട്ട് കമ്പോസ് ചെയ്യുന്നത്?
പിന്നെ എന്താണ്, എല്ലാം ഒരേപോലെ ഇരിക്കും. കമ്പോസിങ്ങും അതാണ്, ഒരേ ശൈലിയിലാണ് കമ്പോസ് ചെയ്യുന്നത്. ഇതിനകത്തൊരു വ്യത്യസ്തമായിട്ടുള്ള സംഗീതം ഇതിനെ തിരിച്ച് വരുന്നില്ല. അതെല്ലാ പാട്ടുകളും നമ്മളിപ്പോൾ ഇറങ്ങുന്ന സിനിമ, ഞാൻ ചോദിക്കട്ടെ, ഒരു വർഷം 220, 230, 240 സിനിമയിലുണ്ട്. എത്ര സിനിമ വിജയിക്കുന്നു, എത്ര പാട്ട്, ഒരു ഔട്ട്സ്റ്റാൻഡിങ് സോങ്സ് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാമുണ്ട്.